ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശ്വാസ പരിശീലനത്തിന്റെ ഓരോ അധ്യയന വർഷവും അവസാനിക്കുന്നത് പാട്ടും പ്രാർത്ഥനയും ഡാൻസും കളികളും ഒക്കെ നിറഞ്ഞ ഒരു വലിയ ആഘോഷത്തോടു കൂടിയാണ്. ഇന്റൻസീവ് ബൈബിൾ കോഴ്സ്. പതിവ് പോലെ ഈ വർഷവും 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിനാണ് സെയിന്റ് മേരീസ് സുറിയാനിപ്പള്ളി ഒരുങ്ങിയിരിക്കുന്നത്. ബിബ്ലിയ ഫെസ്റ്റ് 2026 വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇന്റൻസീവ് ബൈബിൾ കോഴ്സിന്റെ 3 ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കാൻ എത്തിയ വിൻസെന്റ് ബ്രദേഴ്സിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് 1ാം ദിനം ആരംഭിച്ചത്. തുടർന്ന് ബഹുമാനപ്പെട്ട വികാരി സുരേഷ് മൽപ്പാനച്ചനും സഹവികാരി അലക്സ് കല്ലിലാനച്ചനും ഞങ്ങളുടെ പ്രിയങ്കരിയായ എച്ച്എം ശ്രീമതി ബീന സണ്ണി കോച്ചേരിയും സ്കൂൾ റെപ്രസെന്റേറ്റീവ്സും PCC അംഗങ്ങളും വിൻസെന്റ് ബ്രദേഴ്സും ചേർന്ന് ദീപം തെളിയിച്ചുകൊണ്ട് ബിബ്ലിയ ഫെസ്റ്റ് 2026 ഉദ്ഘാടനം ചെയ്തു. പതാക ദിനമായി ആഘോഷിച്ച 1ാം ദിവസത്തിൽ എല്ലാ കുട്ടികളും പതാക ഏന്തിക്കൊണ്ട് കൊടിമരത്തിനരികിലെത്തിയത് വർണ്ണാഭമായ കാഴ്ചയായിരുന്നു. ബഹുമാനപ്പെട്ട വികാരി സുരേഷ് മൽപ്പാനച്ചൻ ഇന്റൻസീവ് ബൈബിൾ കോഴ്സിന്റെ പതാക ഉയർത്തി. അതിനുശേഷം IBCക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കിയ ന്യൂ ജെൻ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് ഈശോയെയും ഈശോയുടെ അനുയായികളെയും കുറിച്ച് ഞങ്ങളുടെ അധ്യാപകർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. തീവ്രമായ ഈ ക്ലാസുകൾ മനസ്സിന് വലിയൊരു അനുഭവമാണ് നൽകിയത്. പിന്നെ പാട്ടും കളികളും നൃത്തവും ഒന്നിച്ചുള്ള ഭക്ഷണം കഴിക്കലും ഒക്കെയായി 1ാം ദിവസം പൊടിപൊടിച്ചു. ഈ വിൻസെന്റ് ബ്രദേഴ്സിന്റെ കയ്യിൽ കുറെ പുതിയ പാട്ടുകളും ഗെയിംസും ഒക്കെ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ 1ാം ദിവസം നല്ല കളർഫുൾ ആക്കി കേട്ടോ. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചച്ഛനാണ് ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തരാനായിട്ട് നിന്നിരുന്നത്. എല്ലാ കുട്ടികൾക്കും അത് കണ്ട് ഒരുപാട് സന്തോഷവും ഒരു എക്സൈറ്റ്മെന്റും ഒക്കെ തോന്നിട്ടോ. ഫസ്റ്റ് ഡേയുടെ ഒരു സ്പെഷ്യൽ ഹൈലൈറ്റ് ആയിരുന്നു ഈ സംഭവം. ഇന്റൻസീവ് ബൈബിൾ കോഴ്സിന്റെ 2ാം ദിനം പുതു ഞായറാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയോടും ബ്രദറിന്റെ മനോഹരമായ പ്രസംഗത്തോടും കൂടിയാണ് 2ാം ദിനം ഞങ്ങൾ ആരംഭിക്കുന്നത്. ഈ 2ാം ദിവസം ഞങ്ങൾക്കൊരു അതിഥി കൂടി ഉണ്ട് കേട്ടോ. പ്രൊമോട്ടർ മരിയ ജെറോം മാഡം. ഇന്റൻസീവ് ബൈബിൾ കോഴ്സ് കാണുവാനും വിലയിരുത്താനും ഒക്കെ ആയിട്ടാണ് മാം ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ബൈബിൾ പ്രതിഷ്ഠാ ചടങ്ങാണ് നടന്നത്. ബൈബിൾ ഏന്തിയ വൈദികൻ മുന്നിലും കുട്ടികളായ ഞങ്ങൾ പിന്നിലും അണിനിരന്നു. ഭക്തിസാന്ദ്രമായ ബൈബിൾ പ്രതിഷ്ഠയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട വികാരിയച്ചൻ ബൈബിൾ ഭാഗം വായിച്ചുകൊണ്ട് ദൈവവചനത്തിന്റെ വലിയ ശക്തി കുട്ടികൾക്ക് മുൻപിൽ പ്രഘോഷിച്ചു. അവിടുന്ന് നേരെ പോയത് ക്ലാസ്സിലേക്കാണ്. അവിടെ ഞങ്ങളെ കാത്ത് പുതിയ ആക്ഷൻ സോങ്ങുകളും ആവേശം നിറഞ്ഞ ഗെയിമുകളും ഒക്കെ ഉണ്ടായിരുന്നു. പഠിച്ച ഡാൻസ് സ്റ്റേജിൽ അവതരിപ്പിക്കാനായിട്ടൊരു ചാൻസ് കിട്ടിയേ. അതിൽ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പെർഫോമൻസ് ആണ് ഈ കാണുന്നത്. വന്ന ബ്രദേഴ്സും ഒട്ടും മോശമില്ലായിരുന്നതുകൊണ്ട് ഫുൾ എനർജിയിലാണ് ഡാൻസിലും ഗെയിംസിലും ഒക്കെ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. 2 ദിവസം ഗംഭീരമായിട്ട് ആഘോഷിച്ചിട്ട് ഇന്ന് 3ാമത്തെ ദിവസം ഒരു കലാശക്കുട്ട് മൂഡിലാണ് ഞങ്ങൾ IBCക്ക് എത്തിയിരിക്കുന്നത് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ പ്രഘോഷണ ദിനമാണ്. ഈശോയെ പ്രഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് റാലിക്ക് പോവാൻ ഒരുങ്ങുകയാണ്. കുഞ്ഞു പത്രോസും കുഞ്ഞു മാതാവും മാലാഖമാരും ഔസേപിതാവും ഒക്കെ അണിനിരന്ന അത്യുഗ്രൻ റാലി തന്നെയായിരുന്നു ഇത്. ഉറക്കെ ഈശോയെ കുറിച്ചുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട്
റോഡിലൂടെ നടന്നു പോകുമ്പോൾ വലിയൊരു അഭിമാന നിമിഷം തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അത് സമ്മാനിച്ചത്. എല്ലാ കുട്ടികളും അണിനിരന്ന റാലിയിൽ മുന്നിൽ നിന്ന് നയിച്ചത് ഞങ്ങളുടെ വികാരി ഫാദർ സുരേഷ് മൽപ്പാൻ തന്നെയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ദേവാലയത്തിലെത്തിയപ്പോഴോ ഞങ്ങളുടെ ഒക്കെ ആവേശത്തെ കൊടുമുടിയിൽ എത്തിച്ചുകൊണ്ട് വികാരിയച്ഛന്റെ നേതൃത്വത്തിൽ മുദ്രാവാക്യം വിളി, ഉയരുന്ന ശബ്ദവും താളവും ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചു. റാലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചാണ് ക്ലാസ്സിലെത്തിയതെങ്കിലും ആ ക്ഷീണമൊന്നും പാട്ടിലും ഡാൻസിലും പ്രതിഫലിച്ചതേയില്ല. കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർ വരെ ആർത്തുല്ലസിച്ച് 3-ാം ദിവസവും ഈശോയോടൊത്ത് അടിച്ചു പൊളിച്ചു. IBCയെ കുറിച്ചുള്ള പത്രവാർത്താ അവതരണവും ഞങ്ങൾക്ക് പുതുമയും സന്തോഷവും നൽകിയ അനുഭവമായി തീർന്നു. 3 ദിവസത്തെ ആഘോഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ ആവേശകരമായ ഒരു ഇന്റൻസീവ് ബൈബിൾ കോഴ്സിനായുള്ള 1 വർഷത്തെ കാത്തിരിപ്പ് ഇവിടെ തുടങ്ങുന്നു.